ഡോക്ടർ VPP മുസ്തഫ, എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസി ഇവിടേക്ക് വരുന്നില്ല, പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യം രാഷ്ട്രീയമായി രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ഉയർത്തി എന്നതിൽ ധാർമ്മികത നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ ഈ ED ഉദ്യോഗസ്ഥർ വന്ന പിണറായി വിജയന്റെ മകളെ ചോദ്യം ചെയ്ത ശേഷം മണിക്കൂറുകൾക്ക് ശേഷം പുറത്തിറങ്ങിയ പിണറായി വിജയൻ ആദ്യം പറഞ്ഞത് എന്താണ്? രാഹുൽ ഗാന്ധിക്ക് സന്തോഷമായല്ലോ എന്നാണല്ലോ. അപ്പോൾ ചോദ്യം ചെയ്യാൻ ED എങ്ങോട്ട് വിട്ട കേന്ദ്ര സർക്കാരുമായല്ല വിമർശനം ആദ്യം വരുന്നത്, രാഹുൽ ഗാന്ധിക്കെതിരെയാണ്. അപ്പോൾ നിങ്ങൾക്കിടയിൽ ആണ് വൈരം, അതായത് ഈ ഇന്ത്യ മുന്നണിക്കിടയിലാണ് വൈരം എന്നല്ലേ പുറത്തേക്ക് നൽകുന്ന മെസ്സേജ്? അല്ല, താങ്കൾ സൂചിപ്പിച്ചതുപോലെയല്ല. ആദ്യം പറഞ്ഞത് കേന്ദ്ര സർക്കാർ വേട്ടയാടുന്നതിനെ കുറിച്ച് തന്നെയാണ് സഖാവ് പിണറായി വിജയൻ അന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് അതിൻ്റെ രണ്ടാമത്തെ സ്ലോട്ടിലാണ് രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ള വിമർശനവും കൂടി ഉന്നയിച്ചിട്ടുള്ളത്. എന്താ ഇവിടെ കാണേണ്ട ഒരു പ്രശ്നം? ഇന്ത്യ കൂട്ടായ്മ എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് രാജ്യം നേരിടുന്ന അത്യന്തം ഗുരുതരമായ സാഹചര്യത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയ്ക്ക് ആ നേട്ടം 2024 ഈ കൂട്ടായ്മ രൂപം കൊണ്ടൊരു വർഷത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ഇപ്പോൾ CPIM-നും 2-3 സീറ്റ് കിട്ടി. പക്ഷേ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ നേരത്തെ ശ്രീ അഷറഫ് ചൂണ്ടിക്കാണിച്ചതുപോലെ കോൺഗ്രസ് ആണ്. 2016-ലും 2019-ലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം ഔദ്യോഗികമായി നേടാൻ പോലും കഴിയാത്ത വിധത്തിൽ കുറഞ്ഞ എണ്ണം സീറ്റിലേക്ക് ചുരുങ്ങിപ്പോയിരുന്നു. അന്നും ഇതേ രാഹുൽ ഗാന്ധിയാണ് നേതൃത്വം കൊടുത്തത് തെരഞ്ഞെടുപ്പ് മുന്നണിക്ക്. പക്ഷേ കോൺഗ്രസ് രാഹുൽ ഗാന്ധിക്ക് തന്നെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം പോലും കിട്ടിയില്ല. എന്നാൽ 2024-ൽ ക്യാബിനറ്റ് റാങ്കുള്ള പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് രാഹുൽ ഗാന്ധിക്ക് എത്താൻ കഴിഞ്ഞത് കോൺഗ്രസിൻ്റെ സീറ്റ് തുടർച്ചയായ 10 വർഷത്തിന് ശേഷം 3 അക്കത്തിലേക്ക് എത്തിയത് ഇന്ത്യ കൂട്ടായ്മയുടെ കൂടി കരുത്തിലാണ്. ഈ രാഷ്ട്രീയ നേട്ടം നമുക്ക് വലിയ നിലയിൽ നേടാൻ കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ കാണുന്നത് എന്താണ്? ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ, മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ, ഇങ്ങനെ വിവിധ പഞ്ചാബിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയോട് എടുത്തിട്ടുള്ള നിലപാട് ഞങ്ങളോട് മാത്രമല്ലാന്നേ, നമ്മുടെ രാജ്യത്താകെ വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് സ്വീകരിച്ച സമീപനം എന്താ? നിങ്ങൾ ആവർത്തിച്ച് ഡൽഹിയിൽ ആപ്പിനെതിരെയുള്ള നിലപാട് ചോദിക്കുന്നുണ്ട്. ആപ്പ് എങ്ങനെയാണ് വന്നത്? ആ പാർക്കെതിരെയാണ് വന്നത് എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. ശരിയാണ്, അപ്പോൾ അഴിമതി ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുതയാണ്. അതിനുശേഷം ആപ്പാണ് കോൺഗ്രസിനെ അവിടെ ഇല്ലാതാക്കിയത്. സ്വാഭാവികമായും അവിടെ പ്രാദേശികമായ വിഷയം പരിഗണിക്കുമ്പോൾ ആപ്പിനെതിരെയാണ് കോൺഗ്രസ് അവിടെ ശത്രുതയുള്ളത്. അതിവിടെ നമ്മളിവിടെ ഇരുന്ന് ആപ്പിനെ ഇല്ലാതാക്കിയ കോൺഗ്രസ് എന്ന രൂപത്തിൽ പറയുന്നത് എത്രത്തോളം ശരിയാകും? അല്ല, അത് അവിടെ കാണേണ്ടത് എന്താ? നമ്മൾ കാണേണ്ടത് ആ ആപ്പിനെയും കൂടി കൂട്ടിയിട്ടാണ് ഇന്ത്യ കൂട്ടായ്മ ഉണ്ടായിരിക്കുന്നത്. ആപ്പിനെതിരായ നിലപാട് ഡൽഹിയിൽ എടുത്താൽ കോൺഗ്രസിന് തിരികെ വരാൻ കഴിയുന്നുണ്ടോ? അത് BJPക്കല്ലേ പോയത്. ഹരിയാനയിലും രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലുമെല്ലാം പ്രാദേശിക കക്ഷികളെ വേണ്ടത്ര പരിഗണിക്കാതെ കോൺഗ്രസ് തങ്ങളുടെ ഒരു സാധ്യത മാത്രം മുന്നിൽ വെച്ച് പോയപ്പോൾ കോൺഗ്രസിന് കിട്ടുമായിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നമ്മുടെ മുന്നിലില്ലേ? ഹരിയാനയിലും രാജസ്ഥാനിലും ഒക്കെ എങ്ങനെയാണ് ആ ഭരണം കോൺഗ്രസിന് കിട്ടുക? കോൺഗ്രസ് അല്ലേ അവിടെ മുഖ്യമന്ത്രിയാവുക? അത് കിട്ടിയിരുന്നെങ്കിൽ കോൺഗ്രസിനല്ലേ അതിന് നേട്ടമുണ്ടാവുകയായിരുന്ന? ഉത്തരേന്ത്യയിൽ BJPയുടെ ഈ വലിയ മുന്നേറ്റത്തിന് 2024 ഇട്ട തട കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നില്ലേ? അവിടെയെല്ലാമാണ് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം പ്രായോഗികമായിട്ടുള്ള ഇത്തരം വിഷയങ്ങളിൽ, പ്രായോഗിക രാഷ്ട്രീയത്തിൽ കാണിക്കേണ്ട വിഷയങ്ങളിൽ വേണ്ടത്ര വീണ്ടും വിചാരം ഉണ്ടാകുന്നില്ല. അവിടെ കോൺഗ്രസ് ഈ പഴയ തഴമ്പ് വെച്ചിട്ട് ഇങ്ങനെ കളിക്കുന്ന പ്രശ്നം കൊണ്ട് നേട്ടം കോൺഗ്രസിനല്ല ഉണ്ടാകുന്നത്, നേട്ടം മറ്റു പ്രതിപക്ഷ പാർട്ടികൾക്കെല്ലാം ഉണ്ടാകുന്നത്. അത് BJPയിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട വിഷയം. ആ വിഷയമാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന പരാമർശം, അതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന വിമർശനം എന്ന് പറയുന്നത്. കോൺഗ്രസ് ആ നിലയിൽ നമ്മുടെ രാജ്യത്ത് BJPക്കെതിരായിട്ട് വരുന്നത് നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിൽ കണ്ടില്ലേ? പാർലമെന്റിൽ ഈ കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ മണ്ഡല പുനർനിർണയവും അതുപോലെ വനിതാ സംവരണവും എന്നൊക്കെയുള്ള പേരിൽ ഒരു തട്ടിക്കൂട്ട് ബില്ലുമായിട്ട് വന്നപ്പോൾ അവിടെ പ്രതിപക്ഷം ഒന്നിച്ചു നിന്നില്ലേ? നിങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞ മമതാ ബാനർജിയും DMKയും എല്ലാം ഉൾപ്പെടെ ഒരുമിച്ച് നിൽക്കാൻ തയ്യാറായില്ലേ? എല്ലാം ശരി തന്നെ, പക്ഷേ അംഗങ്ങളുടെ എണ്ണം കുറയുന്നു, അപ്പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നിങ്ങൾ ഇങ്ങനെ മെലിഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് ഇനിയും മെലിയാൻ പറ്റില്ല എന്നൊരു ബോധത്തിൽ നിന്ന് വേണ്ടേ ഈ അകത്തുള്ള തർക്കങ്ങളും സംഘർഷവും? അവിടെയാണ്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ആദ്യം പറയുമ്പോൾ പറഞ്ഞത്, പാൻ ഇന്ത്യ ലെവലിൽ സ്വാഭാവികമായിട്ടും ഇതിന് മുൻകൈ എടുക്കേണ്ടത് ആരാണ്? ശരി, അത് കോൺഗ്രസ് അല്ലേ? കോൺഗ്രസ് ആണ്.
ആ പ്ലാറ്റ്ഫോം ഒരുക്കി തീർക്കാൻ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഒറ്റ മിനിറ്റ് ഞാൻ ഒന്ന് പറഞ്ഞു തീർത്തോളാം. പിന്നെ സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള സഖാക്കൾ മുൻകൈയെടുത്ത് അത്യന്തം ഭിന്നമായ സാഹചര്യത്തിലുണ്ടായിരുന്ന വലിയ പ്രധാനമന്ത്രി മോഹമൊക്കെ ഉണ്ടായിരുന്ന എല്ലാ പാർട്ടികളെയും ഒരുമിച്ച് കൊണ്ടുവന്ന് 2024 നമുക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞതല്ലേ? സ്വാഭാവികമായിട്ടും പിന്നെ ആ റോൾ ഉപയോഗിച്ച് മുന്നോട്ട് പോകേണ്ടത് ആരാ? അതിന്റെ ഭാഗമായിട്ട് ഗുണം കിട്ടിയ പ്രതിപക്ഷ നേതാവിന്റെ ക്യാബിനറ്റ് റാങ്ക് സ്ഥാനം ഉൾപ്പെടെയുള്ള രാഹുൽ ഗാന്ധി ഉൾപ്പെടെ കാണിക്കേണ്ട രാഷ്ട്രീയമായ ഒരു പക്വതയില്ലേ? അതിൻ്റെ ഒരു വിവേചന ബുദ്ധിയില്ലേ? ഇതെല്ലാമാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന ഏറ്റവും. കാരണം നമുക്കിത് പാർലമെന്റിൽ പോലും ഏറ്റവും ഒടുവിൽ കാണിക്കാൻ വേണ്ടി കഴിഞ്ഞല്ലോ. നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഇപ്പോഴും ഒരു വലിയ ശക്തിയാണ്. നമുക്ക് ഈ കൂട്ടായ്മ വലിയ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും. BJPയുടെ ഈ നവഫാഷിസ്റ്റ് വാഴ്ചക്ക് കൂച്ചുവിലങ്ങിടാൻ വേണ്ടി കഴിയും. ഇത് നമ്മുടെ മുന്നിൽ അനുഭവം. പിന്നെ ഞങ്ങൾ ഈ വിമർശനം ഉന്നയിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ശേഷം ഇപ്പോൾ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പാർലമെന്റിലെ ഈ സമ്മേളന നടപടികളിലേക്ക് വരുമ്പോൾ മാർച്ച് മാസം 6-ാം തീയതി ചേർന്ന പാർലമെന്റിലെ പ്രതിപക്ഷ കക്ഷികളുടെ യോഗം, അവിടെ ജോൺ ബ്രിട്ടാസും P സന്തോഷ് കുമാറും CPIയുടെയും CPMന്റെയും MP-മാർ മല്ലികാർജുന ഖാർഗെയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അന്ന് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം കേരളത്തിൽ നടക്കുക. അവിടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നടത്തുന്ന ഈ വിമർശനത്തെ കുറിച്ചുള്ള ശരിയായ നിലയിലുള്ള ഞങ്ങളുടെ എതിർപ്പ് പ്രകടിപ്പിച്ചതാണ്. അതുകൊണ്ട് ഇപ്പൊ മാത്രം കൊടുത്ത കത്തല്ല, നേരത്തെ മാർച്ച് മാസത്തിൽ ആ പ്രചരണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ അതിലെ ഒരു ശരിയില്ലായ്മ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ആ നിലയിൽ കണ്ടുപോകാനാണ് സാധിക്കേണ്ടത്. Debate with Smriti Parathikkad.